ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്നേഹക്കൂട് സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന നാളത്തെ അടിപൊളി എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിത് പറയാൻ പറ്റുന്ന നമ്മുടെ ഒറിജിനൽ പ്രൊമോ ആണ്, നമുക്ക് നാളെ കാണാൻ പറ്റുന്ന എപ്പിസോഡാണ് കേട്ടോ. അങ്ങനെ പല്ലവിയും അതുപോലെ തന്നെ ഹരിയും കറക്റ്റ് എത്തുന്ന സമയത്ത് തന്നെയാണ് ഋതുവിന്റെ കൈയും പിടിച്ച് ആ രാജമ്മ ഹോസ്പിറ്റലിനുള്ളിലേക്ക് എത്തുന്നത്. അവരെത്തുമ്പോഴേക്കും ഞെട്ടിപ്പോകാട്ടോ. അവിടുത്തെ ഡോക്ടറെയും അതുപോലെ തന്നെ നഴ്സുമാരെയും എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്. അത് കണ്ടിട്ട് ഋതുവിനെ ഒന്ന് ശരിക്കും പോലീസുകാരെ നോക്കുന്നുണ്ട്. പറയണ്ട, അതേ മോളെ, ജീവന് കുറച്ചു വിലയുണ്ടെങ്കിൽ കൊതിയുണ്ടെങ്കിൽ ജീവനും കൊണ്ട് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോ എന്ന് പറയാണ്. പോലീസുകാർക്ക് മനസ്സിലായി ഋതു വന്നതും അതേ കേസിനാണെന്ന്. അത് കേട്ട് പല്ലവി പറയുന്നുണ്ട്, സർ ക്ഷമിക്കണം, ഞങ്ങൾക്ക് ഇവിടെ എന്താ നടക്കണേന്ന് മനസ്സിലായില്ല എന്ന് പറയണം. അത് കേട്ട് ആ പോലീസുകാരൻ പറയുന്നുണ്ട്, ഇവിടെ എന്ത് നടക്കാനാ, വേറൊന്നുമല്ല, ഇത് ഇവരുടെ സ്ഥിരം കലാപരിപാടിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇവരെ ഞാൻ ഇതേ കേസിൽ പിടിച്ചിട്ടുണ്ട്. എന്താ സർ, എന്താ കേസ്? വേറൊന്നല്ല, പെൺവാണിഭം. പെൺവാണിഭോ? അതെ, അനാശാസ്യം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതെന്നെ സംഭവം. ദേ, ഈ ഡോക്ടറാണ് ഇതിന്റെ മെയിൻ കണ്ണി. ഇവിടേക്ക് പല ഗർഭിണികളും വരും, അബദ്ധം പറ്റിയവരും അബദ്ധം പറ്റാത്തവരും ഒക്കെ വരുന്നുണ്ട്. കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാനായിട്ട് വരുന്നവരെ അവരുടെ കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചിട്ട് ആ പെണ്ണുങ്ങളെ പുറം നാട്ടിലേക്ക് പറഞ്ഞയക്കും. പിന്നെ അവരെ കാണുന്നത് വേശികളുടെ രൂപത്തിൽ പല പല നാടുകളിലായിരിക്കും. ഇതിവരുടെ സ്ഥിരം പരിപാടിയാണ്. 1,00,000-നും 1,50,000-തിനൊക്കെ പെണ്ണുങ്ങളെ വിൽക്കല ഇവരുടെ പരിപാടി. ഇവരുടെ തലപ്പത്തിരിക്കുന്ന വമ്പന്മാരുണ്ട്, അവരെ പിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അല്ല, ഈ കുട്ടി എന്തിനാ ഇവിടെ വന്നത് എന്ന് ചോദിക്കുമ്പോ ഋതു അത് ഞാൻ പിന്നെ എന്ന് പറയുമ്പോ തന്നെ പോലീസുകാരൻ പറയുന്നുണ്ട്, മനസ്സിലായി, ദേ ഈ രാജവ കൂട്ടിക്കൊണ്ടുവന്നതായിരിക്കും അല്ലെ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട്. കുഞ്ഞിനെ മാത്രല്ല, നിങ്ങളുടെ ജീവിതം ഇല്ലാതാവും. ഭാഗ്യമുണ്ട് നിങ്ങൾക്ക് വല്ല തെരുവിലും പോയിട്ട് പിച്ചെടുത്ത് ജീവിക്കാതിരിക്കാൻ. കണ്ട ഏതോ വലിയ വീട്ടിലെ പെൺകുട്ടിയെ പോലെ ഉണ്ടല്ലോ, അബദ്ധം പറ്റിയതാണോ അതോ ഇതിന് ഉടമസ്ഥനുണ്ടോ എന്ന് ചോദിക്കുകയാണ് എസ്. അത് കേട്ട് പല്ലവി പറയുന്നുണ്ട്, സർ, ഇവള് അതിനു വേണ്ടി വരുന്നതല്ല, ഇവൾക്ക് ഭർത്താവുണ്ട്, ഞാൻ ഇവളുടെ ഇടത്തിയാണ്. പിന്നെന്തിനാ ഇവർ ഇവിടെ വന്നത് അറിയില്ല സർ, ഈ നേഴ്സ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു, എന്നിപ്പോ നല്ലൊരു ഡോക്ടർ ഉണ്ട് അങ്ങനെ കാണാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നതാ. എങ്കിലേ ഇതൊക്കെ ഇവിടെയാ നടക്കണത്. രാജമ്മേ, വനിതാ പോലീസ് പറഞ്ഞിട്ട് രാജമ്മനെ പിടിച്ച് ജീപ്പിലേക്ക് ഇട് എന്ന് പറയണേ. യോ സാറേ, എന്നോട് ക്ഷമിക്കും സാറേ എന്ന് പറഞ്ഞിട്ട് രാജമ്മ ഇങ്ങനെ കരയുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിനും പിടിച്ച് പോലീസുകാരെ ജീപ്പിലേക്ക് കയറിയാണ്. പല്ലവി ഋതുവിനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് ഋതുവിനെ മാറ്റി നിർത്തി ചോദിക്കുകയാണ്, സത്യം പറ, നീ ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടി വന്നതല്ലേ? അതെ, അതിന് തന്നെയാ വന്നത്. ഋതു, ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടോ വൈകിരുന്നെങ്കിൽ നിന്റെ ഇതും പോയാനെ. അറിയാലോ, നിന്റെ ജീവിതവും പോയാനെ, ഈ വയറ്റി കിടക്കുന്ന കുഞ്ഞിന്റെ ജീവിതം എന്തായാനെ. അതുകൊണ്ട് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി. വാ വീട്ടിലേക്ക്. അപ്പോഴേക്കും ഹരി എടുത്ത് പറയണ്ട, ഹരിയെ നീ ഒരു കാര്യം ചെയ്യ്, ഋതുവിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോവാവോ? എനിക്ക് കുറച്ച് പണിയുണ്ട്. അല്ല, പല്ലവിച്ചിട്ട് എവിടേക്കാ പോണത് എന്ന് ഹരി ചോദിക്കുമ്പോൾ അത് സേതുവേട്ടൻ വിളിച്ചിരുന്നു, ലൊക്കേഷൻ ഇട്ടുതന്നിട്ടുണ്ട്, അവിടേക്ക് വരാനാ പറഞ്ഞത്. അതെയോ, ഞാൻ വരേണ്ട ആവശ്യമുണ്ടോ? വേണ്ട, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ, നല്ല വെയിലല്ലേ, പിന്നെ ഋതുവിന് നല്ല ക്ഷീണം കാണും. ശരിയെന്നാ എന്ന് പറഞ്ഞിട്ട് ഋതു അവിടുന്ന് പോകാൻ പോകുമ്പോഴേക്കും പല്ലവി പറയണ്ട, അതെ ഒന്ന് നിന്നെ, ഹരി, ഋതു, ഇവിടെ നടന്ന സംഭവങ്ങൾ ആരോടും പറയരുത്, കേട്ടല്ലോ? ശരി എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോവാണ്. പല്ലവി നേരെ സേതു അയച്ചെന്ന ആ ഒരു മാപ്പ് നോക്കിയിട്ട് ആ ഒരു സ്ഥലത്തേക്ക് വേറൊരു ഓട്ടോ പിടിച്ചിട്ട് അവിടേക്ക് പോവാട്ടോ. നോക്കുമ്പോൾ അതൊരു രജിസ്റ്റർ ഓഫീസാണ്. അവിടെ സേതു ഉണ്ട്, ലക്ഷ്മിയുണ്ട്. അതിൻ്റെ അടുത്തേക്ക് നമ്മുടെ പല്ലവി വരികയാണ്. സേതുവേട്ട എന്താ ഇവിടെ? അത് വേറൊന്നുമല്ല പല്ലവി, എന്തൊക്കെയോ അധികാരമാണ് അവകാശമാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ എഴുതി വാങ്ങിച്ചിരുന്നല്ലോ, അതേ ഇവരെ കൊണ്ട് തന്നെ തിരിച്ചെഴുതി വാങ്ങിക്കാൻ വേണ്ടി വന്നതാ. സേതുവേട്ടന് എന്താ പറ്റിയത്? സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ എഴുതി വാങ്ങിക്കാൻ വേണ്ടി വന്നതോ? അതെ, ദേ ഞാൻ ഒപ്പിട്ടു, അവരും ഒപ്പിടാൻ വേണ്ടി പോവാ. അതേ മോളെ, ഞാൻ ഒപ്പിടാൻ പോവാ. എന്തിനാ എനിക്ക് അവകാശപ്പെടാത്ത സംഭവങ്ങളൊക്കെ ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നത്? സേതു ഇത് ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും ഞാനത് എഴുതി കൊടുത്താനെ. എന്നാ സമയം കളണ്ട, ഇവിടെ ഒപ്പിട്. അല്ല, മറ്റേ കക്ഷി വന്നില്ലേ എന്ന് അവിടുത്തെ രജിസ്ട്രാർ ചോദിക്കുമ്പോൾ പല്ലവി, മറ്റേ കക്ഷിയോ? സേതു അപ്പൊ ഇങ്ങനെ കണ്ടിറക്കി കാണിക്കാട്ടോ. പെട്ടെന്ന് പല്ലവി ആ രജിസ്റ്റർ ബുക്കിൽ നോക്കുമ്പോൾ അത് മാരേജ് രജിസ്റ്ററിന്റെ ബുക്കാട്ടോ. അതിൽ വധുവിന്റെ സ്ഥാനത്താണ് ലക്ഷ്മി അമ്മ ഒപ്പിട്ടിരിക്കുന്നത്. പക്ഷെ ലക്ഷ്മി അമ്മ വിചാരിച്ചേക്കുന്ന സ്വത്തുക്കൾ തിരിച്ചെഴുതി കൊടുക്കാനാണെന്ന്. ആ ലക്ഷ്മി അമ്മ അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ സേതു കണ്ട് ഇപ്പൊ വരും സർ എന്ന് പറയണം. അങ്ങനെ 1 മിനിറ്റ് ആയില്ല, അതിനു മുമ്പ് നമ്മുടെ വേണു വരുവാട്ടോ. വേണുവിനെ കാണുമ്പോൾ ലക്ഷ്മി ഞെട്ടി പോവാണ്. അപ്പോ വേണു ചോദിക്കുന്നുണ്ട്, സേതു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ? എല്ലാം ഓക്കെയാണ് സർ, ഒപ്പിട്ടാ മാത്രം മതി. അല്ല, വേണുവേട്ടന് എന്തിനാ ഒപ്പിടുന്നത്? അതൊക്കെ ഉണ്ട് എന്ന് പറയാണ്. അങ്ങനെ വേണു ഒപ്പിടാണ്. ആ സമയത്ത് മയൂരി 2 മാലയൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുവാണ്. ആ സമയത്താണ് ലക്ഷ്മിക്ക് കാര്യം മനസ്സിലാവുന്നത്. താൻ ഒപ്പിട്ടിരിക്കുന്നത് വധുവിന്റെ പേരിന്റെ അടിയിലാണ്, വേണു വരന്റെ പേരിന്റെ അടിയിലും. അതായത് അവരുടെ മാരേജ് രജിസ്ട്രേഷൻ ആണ് കഴിഞ്ഞിരിക്കുന്നതെന്ന്. ലക്ഷ്മിയുടെ കണ്ണ് നിറയാട്ടോ. സേതു പറയുന്നുണ്ട്, ഇനി അമ്മയും അതുപോലെ തന്നെ വേണു സാറും നിയമപരമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരാണ്. രണ്ടുപേരും മാല ഇടാൻ വേണ്ടി പറയാണ്. അങ്ങനെ ലക്ഷ്മിക്ക് ഒരു മാല കൊടുക്കുന്നുണ്ട്, വേണുവിന് ഒരു മാല കൊടുക്കുകയാണ്. ആദ്യം ലക്ഷ്മി വേണുവിന്റെ കഴുത്തിൽ മാല ഇടുന്നുണ്ട്, വേണു ലക്ഷ്മിയുടെ കഴുത്തിലേക്ക് മാല ഇടുന്നുണ്ട്.
ശേഷം സീതു തന്നെ വേണുവിന്റെ ലക്ഷ്മിയുടെ കൈകൾ തമ്മിൽ കെട്ടുവാണ്. അപ്പൊ രജിസ്ട്രാർ പറഞ്ഞത് എന്തായാലും കൊള്ളാം, മോന്റെ കല്യാണം കഴിഞ്ഞു, ദേ മോനാണ് അമ്മേനും അച്ഛനും ഒന്നാക്കി അയക്കണത് എന്ന് പറയാണ്. അതെ, അതിനും വേണം ഒരു ഭാഗ്യം എന്ന് സേതു പറയാണ്. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് അവര് പുറത്തേക്ക് വരുമ്പോ പല്ലവി പറയണ്ടല്ല ഇനി എന്താ പ്ലാന്. സേതു പറയണ്ട് ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട്, അവിടെ ഞാൻ ഊണ് ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് അവിടെ പോയി ഊണ് കഴിച്ചിട്ട് പിരിയാം എന്ന് പറയാണ്. നമ്മുടെ സേതുവിനെ നോക്കി ലക്ഷ്മി പെട്ടെന്ന് കണ്ണ് നിറഞ്ഞിട്ട് മോനെ എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ സേതു ലക്ഷ്മിനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്റെ പെറ്റമ്മേനെ എനിക്ക് അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റുമോ? അമ്മ ഒരു ചെറിയ തെറ്റ് ചെയ്തു, അത് ഒരു അറിവില്ലായ്മ കൊണ്ട് ചെയ്തതല്ലേ, സാരില്ല, ഞാനത് എപ്പോഴേ ക്ഷമിച്ചു. പിന്നെ ഈ ഒരു ദിവസത്തിന് വേണ്ടി അമ്മനെ ചെറിയ ടെൻഷൻ ആക്കിയെന്നേ ഉള്ളൂ. വേണു പറയുന്നുണ്ട്, അതെ ഇനി താൻ എന്നെ വേണു സാർ എന്ന് വിളിക്കല്ലേ, തന്റെ അമ്മയുടെ ഭർത്താവാണ്, അതായത് അച്ഛൻ, മയൂരിയുടെ ചേട്ടനാ താൻ, അപ്പൊ എന്നെ അച്ഛാന്ന് വിളിച്ചാൽ മതി എന്ന് പറയാണ്. അത് പെട്ടെന്ന് ഞാനിങ്ങനെ പല്ലവി പറയണ്ട്, അതാ ശരി, ഈ വേണു സാർ എന്ന് വിളിക്കുമ്പോൾ അതൊരു സുഖമില്ല, സേതുവേട്ടൻ അച്ഛാന്ന് വിളിച്ചാൽ മതി. സേതുവേട്ടൻ മനസ്സുകൊണ്ട് തൊട്ട് ആരെ അച്ഛാന്ന് വിളിച്ചിട്ടില്ല. സേതുവേട്ടന്റെ ശരിക്കുള്ള അച്ഛനെ പോലും ആ സമയത്തൊക്കെ സേതുവേട്ടന് വല്ലാത്ത ദേഷ്യവും പകയൊക്കെ ആയിരുന്നല്ലോ, അതുകൊണ്ട് മുഖത്ത് നോക്കി ആരെയും അച്ഛാന്ന് വിളിച്ചിട്ടില്ല. എങ്കിൽ എന്നെ തന്നെ വിളിച്ചോളൂ, അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടട്ടെ അല്ലേ ലക്ഷ്മി എന്ന് വേണു പറയണം. അങ്ങനെ സേതു ആദ്യമായിട്ട് വേണുവിനെയാണ് അച്ഛാന്ന് വിളിക്കുന്നത് കേട്ടോ. പല്ലവെടുത്തും വേണു പറയണ്ട, അതെ എന്റെ മോന്റെ ഭാര്യയാണ് നീ, അതായത് എന്റെ മോളെ പോലെ തന്നെ, നീയും എന്നെ അച്ഛാന്ന് വിളിച്ചാൽ മതി. ഓ ആയിക്കോട്ടെ എന്ന് പറയാണ്. അങ്ങനെ അവരുടെ സ്ഥലത്ത് ഊണൊക്കെ കഴിച്ച് അവരങ്ങനെ പരസ്പരം പിരിയാണ്. അങ്ങനെ വേണുവും അതുപോലെ തന്നെ ലക്ഷ്മിയും പിന്നെ മയൂരിയും കൂടി അവരുടെ അങ്ങോട്ടേക്ക് പോകുന്നു, ഇവരിങ്ങോട്ടേക്ക് പോകുന്നു. ശേഷം ശ്രീകാന്തിനെ വിളിച്ച് നമ്മുടെ സേതു പറയേണ്ടതേ ഇനി വീട്ടിലൊക്കെ ശ്രീകാന്ത് ധൈര്യമായിട്ട് പറഞ്ഞു, മയൂരിയുടെ അച്ഛന്റെ അമ്മയുടെ വിവാഹം നിയമപരമായിട്ട് കഴിഞ്ഞു, ഇനി ശ്രീകാന്തിന്റെ വീട്ടുകാർ പറയുന്ന പോലെ അവര് വേറെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അല്ല ജീവിക്കണെന്നൊക്കെ പറഞ്ഞില്ലേ, അതിപ്പോ അങ്ങനെയാണ്, അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ടാണ് ജീവിക്കുന്നത്, ഇനി ഒരു പ്രശ്നവും ഇല്ല, വീട്ടിലത് പറഞ്ഞു നോക്ക്, എന്നിട്ട് അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ ഇതുപോലൊരു രജിസ്റ്റർ മാരേജ് നമുക്ക് നടത്താം. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു ഞാൻ ഓക്കെയാണ് എന്ന് പറയാണ്. അങ്ങനെ മയൂരും ശ്രീകാന്തും കൂടി വീണ്ടും പ്രണയത്തിലൊക്കെ ആവണം, അവരിങ്ങനെ പ്രണയം കളിച്ചങ്ങനെ നടക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മുടെ വേണുവിന് അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ, കാരണം വേറൊന്നല്ല, അമ്മാതിരി വഴക്കും കാര്യങ്ങളാണല്ലോ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വേണു പറയണ്ടില്ല എനിക്ക് താല്പര്യമില്ല ബന്ധത്തിന്, ഞാനത് അന്നത്തൊരു വാശിക്ക് പറഞ്ഞതാണ്, എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും മയൂരി പറയണ്ട, അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ശ്രീകാന്തിനെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ, ഒറ്റ കാര്യം നിൽക്കാണ് മയൂരി. പിന്നെ അവിടെ വേണുവിനെ സംസാരിക്കാനുള്ള വോയിസിലല്ലോ എല്ലാം തീർന്നു, പിന്നെ വേണമൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പൊ സേതു പറയണ്ട അവര് തമ്മിൽ നല്ല സ്നേഹത്തിലാണ്, പിന്നെ ശ്രീകാന്ത് നല്ല പയ്യനാണ്, ശ്രീകാന്തിന്റെ വീട്ടുകാരുടെ കാര്യം നോക്കണ്ട, മയൂരായിട്ടുള്ള പ്രശ്നം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി, അവനെ വേറെ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ വന്നു, പക്ഷെ അവനെ മയൂരിനെ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് നിൽക്കല്ലേ. അപ്പൊ തന്നെ ആ ചെക്കൻ്റെ അച്ഛൻ ആ ഒരു ഗുണം മനസ്സിലാക്കുക, അതുകൊണ്ട് മയൂരി മോൾക്ക് പറ്റിയ ചെക്കൻ ശ്രീകാന്ത് തന്നെയാണെന്ന് പറയാണ്. അങ്ങനെ ശ്രീകാന്തിനെ മയൂരിയുടെ വിവാഹവും കൂടി ഉറപ്പിക്കുക കേട്ടോ. പിന്നീട് കാണിക്കണ അഖിലിനെയാണ്. അഖില് കേസും കാര്യങ്ങളൊക്കെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ സ്വാതിയായിട്ടുള്ള ഒരു ലൈനും കൂടി ലവും ട്രാക്കും കൂടി അറേഞ്ച് ചെയ്യാം കേട്ടോ, കാരണം അവർ തമ്മിൽ ചെറുതായിട്ടൊന്ന് അടുക്കണവും ഉണ്ട്. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.